ശാലിനിയും കണ്ടില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞു. വൈകുമെങ്കിൽ വിളിച്ച് പറയുന്നതാ. ഇനി വിഷ്ണുവും ശാലിനിയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയതാണോ? അതാണോ തിരികെ വരുമ്പം പപ്പിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ഒന്ന് വിളിച്ചു നോക്കാം. ഒരാവശ്യത്തിന് വിളിച്ച കിട്ടൂല. ആ, രോഹിത്. അച്ഛൻ വന്നു. മോൻ വാ, അകത്തിരിക്കാം. മോൻ വാ. അങ്ങോട്ടിരിക്കാം, വാ. രോഹിത് അങ്കിളെ, പപ്പിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? അതെ, ഞങ്ങള് പഠിക്കായിരുന്നു അച്ഛാ. കമ്പൈൻ സ്റ്റഡിയാ. രണ്ടും കൂടെ അടക്കി പിടിച്ച് എന്തൊക്കെയോ പുരാണം പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ പഠിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. ആ, മോനിരിക്കേ. വേണ്ട. ശാലിനി എവിടെ? ശാലിനി ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും നേരമൊക്കെ വൈകുന്നത് പതിവില്ലാത്തതാ. ഇനി ഏതെങ്കിലും മന്ത്രി എമർജൻസി മീറ്റിങ്ങിന് വിളിച്ചെങ്കിലേ വൈകേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിലും എന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയേണ്ടതാ. പക്ഷെ ഇന്ന് അതും ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനിവിടെ കൊണ്ടുപോവാ. ആ, ശ്യാമയാ മോനെ. ഞാൻ എന്താ നോക്കട്ടെ. ഹലോ. അമ്മേ, രോഹിത് അവിടെ ഉണ്ടോ? ആ, ഉണ്ട്. രോഹിത് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് മോളെയും കൂട്ടി ഇറങ്ങാൻ നിൽക്കുക. ആ, ശ്യാമേ, എന്താടി സംഭവിച്ചത്? വിഷ്ണു പപ്പി ഇവിടെ ആക്കിയിട്ട് വൈകിട്ട് വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞെന്നാ ശാന്ത പറയുന്നത്. പക്ഷെ വിഷ്ണു വന്നില്ല, ശാലിനിയും വന്നിട്ടില്ല. രോഹിത്തിനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല. രോഹിത്തൊന്നും പറഞ്ഞില്ലേ? എന്തു പറയും? രോഹിത്തിനൊന്നും അറിയില്ലെന്ന്. ആ, അവരിപ്പോ അങ്ങോട്ട് വരും മോളെ. അമ്മേ, എന്നാ പിന്നെ പപ്പി ഒരു ദിവസം അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഇങ്ങോട്ട് വിടണ്ട. അപ്പം രോഹിത്തിനോട് എന്തു പറയും മോളെ? അത് രോഹിത്തിനോട് അതമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. വിഷ്ണു ഏട്ടനും വന്നിട്ടില്ല. അവിടെ ഇപ്പൊ കുഞ്ഞേച്ചിയും വന്നിട്ടില്ല എന്നല്ലേ പറയുന്നത്. ആകെപ്പാടെ മനസ്സിനൊരു സ്വസ്ഥതയില്ലമ്മേ. എന്തൊക്കെയോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. തൽക്കാലത്തേക്ക് മോളെ ഇന്നവിടെ നിർത്ത്. രോഹിത്തിനോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എടി, അത് ഹലോ ശ്യാമേ, ഡീ, ഇവിടുത്തെ ഫോൺ കട്ടാക്കിയത്. ഈശ്വര, സത്യമ്മ എന്നെ കേട്ടോ? മോനൊന്ന് നിൽക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്.
നീ ചാർജ് വല്ലതും തീർന്നതായിരിക്കും അല്ലേ? ഉം. ശ്ശെ, കിട്ടുന്നില്ല. ഡേ, പപ്പിമോളെ അവിടെ നിർത്താനല്ല ഞാൻ വളർത്തുന്നത്, എന്റെ ഈ വീട്ടിൽ വളരാനാ. ദേ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. അതവനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം. അല്ലെങ്കിൽ ഭാര്യയുടെ വാക്കും കേട്ട് അവനിങ്ങ് ചൂല് പോലെ പോരും. ശ്ശെ, കിട്ടുന്നില്ല. ഇനി വിളിക്കണ്ട, ഞങ്ങൾ ഇറങ്ങുക. വാ. മോനെ, ഇന്നൊരു ദിവസം പപ്പി ഹലോ. രോഹിത്തെ, നീ ഇപ്പൊ എവിടെ? ഞാൻ ശാരദാമ്മയുടെ വീട്ടിലുണ്ട് സത്യമേ. നിന്നോട് അച്ചി വീട്ടിൽ പുറത്തേക്ക് പോകാനാണോ ഞാൻ പറഞ്ഞത്? പപ്പിയെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? ആ, അതല്ല സത്യമേ. പപ്പിയെ നാളെ കൊണ്ടുപോയാൽ പോരെന്നാ ശാരദാമ്മ ചോദിക്കുന്നത്. ദേ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശാരദാമ്മയല്ല, ഞാനാ. എടാ, നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ മോളെയും വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് വേഗം വരാനാ. അത് നീ അങ്ങ് ചെയ്താ മതി. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് അവർക്ക് സ്തുതി പാടാൻ നിന്നാലുണ്ടല്ലോ. മനസ്സിലായല്ലോ? പപ്പിയില്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. അത് പിന്നെ സത്യമേ. ഡാ, നീ ആ ഫോൺ ശാരദാമ്മയ്ക്ക് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യമേ, ഇതാ എന്തോ സംസാരിക്കണമെന്ന്. സത്യമേ. അതെ, ഞാൻ അറിയാതെയാ വിഷ്ണു പപ്പിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുന്നത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹസം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു. അതെന്ത് വർത്താനാ സത്യമേ നിങ്ങൾ പറയുന്നത്? പപ്പി എന്റെ മോളുടെ മോളല്ലേ. നിങ്ങൾക്കുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കും അവളുടെ കാര്യത്തിലില്ലേ? ഒരേ ഒരു ദിവസം ഇവളിവിടെ നിർത്തിക്കോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിത്ര വലിയ കുറ്റമാണോ സത്യമേ? എന്നാ പിന്നെ കൊച്ചുമോളെ മാത്രം ആക്കണ്ട, അമ്മയും കൂടെ പറഞ്ഞു വിട്ടേക്കാം. അത് രണ്ടുപേരെയും കോത്തി തീരുവോളം അവിടെ അങ്ങ് നിർത്തി കണ്ടോ? അത് പെൺമക്കളുടെ ഭാവിയല്ല, അവരെ കണ്ടോണ്ടിരിക്കാനാണ് അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ ഞങ്ങളെപ്പോലുള്ള അമ്മമാര് വലഞ്ഞത് തന്നെ. സത്യമേ, ഇവിടെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോയിന്ന് അറിയാനും വയ്യ. ഞാൻ അതിന്റെ ഒരു വിഷമത്തിലിരിക്കുക. അതിനൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇവിടെ കൊച്ചനീത്തിയും പറയുന്നത് കേട്ടു, കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന്, കളക്ടറെ കാണാനില്ലെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? കള്ളത്തരവാ അവളുടെ നാടകം. എന്റെ അടുത്തേ അവളുടെ ഒരു നാടകവും ചെലവാവില്ല. പാതിരാത്രി ഇറങ്ങി നടക്കുകയോ പുറപ്പെട്ടു പോവോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. ദേ, എനിക്ക് എന്റെ കൊച്ചുമോളെ ഇവിടെ കിട്ടണം. രോഹിത്തിന്റെ ഒപ്പം അവളെ പറഞ്ഞു വിടണം. ആ ഫോൺ രോഹിത്തിനൊന്ന് കൊടുത്തേ. സത്യമേ, കൂടുതലൊന്നും പറയണ്ട, പറയുന്നതങ്ങ് കേട്ടാ മതി. ദാ, തരാൻ പറഞ്ഞു. ഹലോ, സത്യമേ പറഞ്ഞു. പറയാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ പപ്പിയും കൊണ്ട് ഇവിടെ വരണം, ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ കൊണ്ടുവരാം. ശരി. അപ്പി വാ, നമുക്ക് വീട്ടിൽ പോവാം. അച്ഛനെ നാളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛ പ്ലീസ് അച്ഛാ. ദേ, പറയുന്ന കേട്ടില്ലെങ്കിൽ ചുട്ട അടിയാൻ വെച്ചാലും പോയി കാർ കയറടി. മോനി,
എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? പപ്പി മോള് വരും. മോള് ചെല്ല്. സത്യം അവിടെ കിടന്ന് ബഹളം വെക്കുന്നോണ്ടാ അച്ഛൻ ദേഷ്യപ്പെടുന്നത്. മോള് ചെല്ല്. നമുക്ക് വേറൊരു ദിവസം ഇവിടെ ഒന്ന് നിൽക്കാം. എന്നാ പിന്നെ പോട്ടെ സത്യേ. ശരി പപ്പി, നാളെ സ്കൂളിൽ വെച്ച് കാണാൻ കേട്ടോ. ശരി. മതി മതി, വാ. കേറ്. അമ്മ ഇതുവരെ വന്നില്ലല്ലോ ശാരദാമ്മേ. അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നത്. ഇത്രയൊക്കെ വൈകുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചറിയിക്കുന്നത്. ഇതിപ്പോ വിളിച്ചിട്ടുമില്ല, ഒരു വിവരവും ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? എടുക്കുന്നില്ല. അമ്മ വരില്ലേ ശാരദാമ്മേ? വരും, ഇപ്പൊ വരൂ കേട്ടോ. എനിക്കിത് മുന്നോട്ടടക്കാൻ പറ്റില്ല. കാലുകളൊക്കെ തളരുന്ന പോലെ തോന്നുക. നിങ്ങൾ രണ്ടുപേരും ചെല്ലേ. അയാളെന്താ പറയുന്നതെന്ന് കേൾക്കാനൊരു മാനസികാവസ്ഥ എനിക്കില്ല. നിങ്ങളൊന്ന് ചെല്ലോ. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. അച്ഛനെ എന്ത് വന്നാലും നമുക്കിത് ഫേസ് ചെയ്തേ മുന്നോട്ട് പോകാനാവും. വന്ന് കണ്ടത് ഏട്ടത്തേമേലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അച്ഛന്റെ പകുതി സങ്കടം മാറുമില്ലെന്ന് ഓർത്തിട്ടാ ഞാൻ. നീ അവര് പറഞ്ഞ് കേട്ടല്ലേ? കടപ്പുറത്തേക്ക് ശാലിനി പോകുന്നത് കണ്ടവരുണ്ട്. മരിച്ച പെൺകുട്ടി പച്ച സാരി കൊടുത്തിരിക്കുന്നു. അവര് പറയണ പോലെ അതെങ്ങനെ ശാലിനിയാണെങ്കിൽ
ഞാനിവിടെ കുഴഞ്ഞു വീഴുവടാ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കണം. നിങ്ങൾ ചെല്ലും വയ്യടാ. കമല, സാർ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി നോക്കാം. ആരാണെന്ന് വെരിഫൈ ചെയ്യാനല്ലേ? അതിപ്പോ നമുക്കാണെങ്കിലും പറ്റുമല്ലോ. ദൈവമേ, ആയിരിക്കില്ല ആശാനെ, ഞാനല്ലേ പറയുന്നേ. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ദൈവം കൈവിടില്ല. കമല, വാ, നമുക്ക് നോക്കാം. വാ കമല. എന്താ? ഇപ്പൊ കടലിൽ മുങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, അത് പിന്നെ ആ മരണപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഒരു സംശയം, അത് നോക്കാമെന്നതാ. അധികം പ്രായമില്ലാത്ത കുട്ടിയാ. പച്ചസാരിയാണ് എടുത്തിരിക്കുന്നത്. മുടി ബാക്കിലേക്ക് ഈരിയിട്ട് ഒരു ക്ലിപ്പിട്ട നിലയിലാണ്. കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട്. ഇതൊക്കെയാ രൂപം. ആശാനെ, എന്താ ആശാനെ? ചതി പറ്റുമെന്നൊരു സംശയം. അയാൾ പറയുന്ന അടയാളങ്ങളല്ല കുഴപ്പ. എനിക്ക് ഉറപ്പായി അവനെന്നെ തനിച്ചാക്കിയിട്ട് പോയി. അവൾ പോയി. എന്നെ തകർത്തിട്ട് അവൾ പോയി. അവൾ പോയി. അച്ഛനെ, എന്തായാലും നോക്കട്ടെ, സങ്കടപ്പെടാതിരിക്കേ. നമ്മൾ ഈ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആശാനെ തനിച്ചാക്കി എൻ്റെ ഏട്ടത്തമ്മയ്ക്ക് വിട്ടുപോകാനാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നുമല്ല. അയാൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ശരിയാണെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല. ആശാനെ, അതെന്റെ അവസ്ഥ. എനിക്ക് അവിടെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ല. അങ്ങനെ കിടക്കണത് എനിക്ക് കാണണം. അവൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നോടുള്ള ദേഷ്യം തീർക്കാനേ. എനിക്കറിയാം ഇതിനെന്ത് തിരിച്ചടി കൊടുക്കണമെന്ന്. കൊടുക്കും ഞാൻ. അങ്ങനത്തേക്കൊന്നും ഞാൻ അവിടെ വിളില്ല. അവള് പോയാൽ ഞാനും പോവും. കൂടെ പോവും. ഞാൻ പോവും. അച്ഛനെ, ആദ്യം അത് ആരാണ് നോക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റൂ. ഞാൻ പോവും. അതുവരെ ഒന്ന് ക്ഷമിക്കേ. ഞാൻ കൂടെ പോവും. ബോഡി കാണിക്കട്ടെ.
ആ